കോമ്പൗണ്ട് ഒബ്ജക്ട്സിൽ നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് ബൂളിയൻ എന്നുള്ള ഒരു ഫീച്ചറിനെയാണ്. അതിനൊരു പ്രത്യേക റീസണും ഉണ്ട്. നമുക്ക് സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സിലെ 2 ഒബ്ജക്ട്സിനെ എടുത്തിട്ട് അതിൻ്റെ ഒരു റെഫറൻസ് കാണാം. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു സ്ഫിയറിനെ എടുത്തു വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഞാനൊരു ബോക്സിനെയും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. രണ്ടും കൂടെ ഞാനിങ്ങനെ ചേർത്താണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഒരു കോർണർ കണ്ടിട്ടാണ് ചേർത്ത് വെച്ചിരിക്കുന്നത്. ഇനി ലെറ്റ്സ് എനിക്കൊരു ഒബ്ജക്റ്റിൽ നിന്ന് മറ്റൊരു ഒബ്ജക്റ്റിനെ ഉണ്ടാക്കണം. അതായത് നമുക്ക് 2 ഒബ്ജക്റ്റ് കമ്പൈൻ ചെയ്തിട്ട് ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ ഉപയോഗിക്കേണ്ടതാണ് കോമ്പൗണ്ട് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ മോർഫ്, കൺഫേം, ഗ്ലോബ് മെഷ് എന്ന് പറഞ്ഞിട്ട് കുറച്ചധികം തന്നെ ടൂളുകൾ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നത് പ്രോബൂളിയനാണ്. ബൂളിയനുണ്ട്, പ്രോബൂളിയനുണ്ട്. നമുക്ക് പ്രോബൂളിയനിൽ ആദ്യം പഠിക്കാം. പ്രോബൂളിയനിൽ വന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. നമുക്കിവിടെ വന്നിട്ട് സ്റ്റാർട്ട് പിക്കിങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒബ്ജക്റ്റിനെ പിക്ക് ചെയ്യാനായിട്ട് സാധിക്കും. എന്ത് സംഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട് കേട്ടോ. റെഫറൻസ്, കോപ്പി, ഇൻസ്റ്റൻസ് 3 പറഞ്ഞിട്ടാണ് എടുക്കുക. ഇതിൽ നമ്മൾ കൊടുക്കേണ്ടത്, നമുക്ക് ഈ ഒബ്ജക്റ്റ് വീണ്ടും ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അവിടെ 3 ആണ് കൊടുക്കേണ്ടത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് എന്താണ് ഇതിലൂടെ നമ്മൾ ഈ ചെയ്യുന്ന ടൂളിലൂടെ എന്ത് ഔട്ട്പുട്ടാണ് നമുക്ക് വേണ്ടത് എന്നുള്ളതാണ് അടുത്ത കാര്യം ശ്രദ്ധിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, യൂണിയൻ ആണോ, അതായത് 2 ഒബ്ജക്റ്റിനെ ഒരുമിച്ച് ചേർക്കുകയാണോ വേണ്ടത്? ഇന്റർസെക്ഷൻ ആണോ, 2 ഒബ്ജക്റ്റും കൂടി ചേരുന്ന ഭാഗത്തെ മാത്രമായിട്ടാണോ വേണ്ടത്? സബ്സ്ട്രാക്ഷൻ ആണോ, ഒരു ഒബ്ജക്റ്റിൽ നിന്ന് മറ്റൊരു ഒബ്ജക്റ്റിനെ, അതായത് ആ ഷേപ്പിനെ കട്ട് ഓഫ് ചെയ്യുകയാണോ വേണ്ടത്? മെർജ് ചെയ്യുക, രണ്ടും കൂടെ മെർജ് ചെയ്യുകയാണോ വേണ്ടത് എന്നൊക്കെയുള്ള കുറച്ച് ടൂളുകളാണ് ഇവിടെ കുറിച്ച് ചോദിക്കുന്നത്. അതായത് ഓപ്പറേഷൻസ്, എന്താണ് അതിലൂടെ ഔട്ട്കം നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ബൈ ഡിഫോൾട്ട് സബ്സ്ട്രാക്ഷൻ ആണ് എടുക്കുക. ഓണായി എടുക്കട്ടെ. ഞാനിവിടെ വന്ന് സ്റ്റാർട്ട് പിക്കിംഗ് എന്നുള്ള ക്ലിക്ക് ചെയ്യണം. ഇവിടെ വന്നിട്ട് ഒരെണ്ണം ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ഒരു ഭാഗം അവിടെ നിന്ന് പോയി. ഞാൻ Ctrl Z അടിച്ചു, അൺഡു. ഇന്റർസെക്ഷൻ ആണ് ചൂസ് ചെയ്യണത്. ക്ലിക്ക് ചെയ്തു. അപ്പോൾ സംഭവിച്ചത് 2 ഒബ്ജക്റ്റും കൂടി ചേരുന്ന ഭാഗം മാത്രമായിട്ട് നമുക്ക് കിട്ടി. വീണ്ടും ഞാൻ Ctrl Z, യൂണിയൻ ആണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ 2 ഒബ്ജക്റ്റും കൂടെ ഇപ്പോൾ ഒന്നായി മാറിയിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ഞാൻ വയർ ഫ്രെയിം മോഡിൽ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ കാണാം ഇവിടെ വെച്ച് കട്ടായിട്ട് ഇവിടെ ഒരുമിച്ച് ചേരാണ് ഉണ്ടായത്. ഇനി അതല്ല ഞാൻ മെർജാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, മെർജ് ആകുമ്പോഴുള്ള ഒരു പ്രത്യേകതയും യൂണിയൻ ആകുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെർജ് ആകുമ്പോൾ ഒബ്ജക്റ്റിൻ്റെ ജിയോമെട്രി അങ്ങനെ തന്നെ ഉണ്ടായിരിക്കും. അതായത് കയറ്റി വെച്ചിട്ട് നമ്മൾ അതിനെ ഒട്ടിച്ച പോലെ എന്ന് പറയാൻ പറ്റില്ല, രണ്ടും കൂടെ ആഡ് ആക്കി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതേ സ്ഥാനത്ത് നമ്മൾ യൂണിയൻ ആണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റ് ഉണ്ടോ ആ ജിയോമെട്രിയുടെ ഭാഗമായിട്ട് മാറി. ഇതാണ് ഇവ രണ്ടും തമ്മിലുള്ള മെയിനായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതല്ലാതെ നമ്മൾ ബൂളിയൻ ആണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ, ഞാൻ തിരിച്ച് ഷെയ്ഡിങ് മോഡിൽ വന്നു. ഈ കാണുന്ന ഒബ്ജക്റ്റിനെ ഞാൻ സെലക്ട് ചെയ്തു, ബൂളിയനിലെത്തി. ഇവിടെ വന്നതിന് ശേഷം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണുന്നത് പിക്ക് ഓപ്പറാൻഡ് ബി, അതായത് രണ്ടാമതായിട്ടുള്ള ഒബ്ജക്റ്റിനെ, അതായത് എക്സ്ട്രൂഡ് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ യൂണിയൻ, ഇന്റർസെക്ഷൻ, സബ്സ്ട്രാക്ഷൻ എന്താണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റ് ഏതാണെന്നാണ് അവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് പിക്ക് ഓപ്പറാൻഡ് ബി എന്നുള്ള സെലക്ട് ചെയ്ത് ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെയിം രീതിയിൽ തന്നെ അവിടെ സംഭവിക്കും. അതായത് പ്രോബൂളിയനിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തു, ഇതേ കറക്റ്റായിട്ട് അതേപോലെയുള്ള ഔട്ട്പുട്ട് തന്നെയാണ് നമുക്ക് ഇവിടെയും തരുന്നത്. അപ്പോൾ എന്തിനാണ് നമ്മൾ പ്രോബൂളിയനും ബൂളിയനും ഉപയോഗിക്കേണ്ടി വരിക എന്നുള്ളതാണ് നമ്മൾ ആദ്യം അറിഞ്ഞു വയ്ക്കേണ്ടത്. അതിനായിട്ട് ഒരു ഡെമോൺസ്ട്രേഷനും കൂടെ കാണിച്ചു തരാം. ഓക്കെ, ഇത് വിട്ടിരുന്നോട്ടെ. ഞാനിവിടെ നിന്ന് ഇതിൻ്റെ ഒരു കോപ്പി എടുത്തു, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് മൂവ് ചെയ്തതാണ് കേട്ടോ കോപ്പി. ഇങ്ങനെ ഒരു 4 കോപ്പി ഞാൻ എടുത്തു വെച്ചു. ഇനി ഞാൻ ഈ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തിട്ട് ബൂളിയൻ കൊടുക്കാൻ നോക്കിയാൽ പിക്ക് ഓപ്പറാൻഡ് ബി എന്നുള്ള ഓപ്ഷൻ ഇവിടെ വന്നു, സബ്സ്ട്രാക്ഷൻ എടുത്തു, ക്ലിക്ക് ചെയ്തു, പോയി. ശരി, അടുത്ത ഒബ്ജക്റ്റിന് ഞാൻ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും പിക്ക് ഓപ്പറാൻഡ് ബി, ദെൻ താഴെ വന്ന് സബ്സ്ട്രാക്ഷൻ, ക്ലിക്ക്. അപ്പോൾ അങ്ങനെ മാറിയപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് നോക്കുക, റീസെറ്റ് ആയ പോലെ. ഓക്കെ, അതേ സ്ഥാനത്ത് ഞാനിപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത് പ്രോബൂളിയനാണ്. ഇവിടെ വന്നു സബ്സ്ട്രാക്ഷൻ തന്നെ ഓപ്ഷൻ കൊടുത്തു, സ്റ്റാർട്ട് പിക്കിങ്ങിൽ വന്നു, ക്ലിക്ക് 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 ക്ലിക്ക്. കണ്ടോ, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് അത്രയും ഷേപ്പുകൾ, അതായത് മൾട്ടിപ്ലൈ ഉള്ള ഷേപ്പുകൾ നമുക്ക് അവിടെ നിന്ന് റിമൂവ് ആയി കിട്ടി.
ഇതാണ് പ്രോ ബൂളിയൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു എക്സ്റ്റീരിയറൊക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഫ്ലോർ പ്ലാൻ അനുസരിച്ച് നമ്മൾ ചുവരുകളൊക്കെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ചിലർ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഇപ്പം ഞാനും അങ്ങനെ തന്നെ കേട്ടോ ചെയ്യാറ്. എക്സ്റ്റീരിയറിൻ്റെ വോൾ ഫുള്ള് ചെയ്തതിന് ശേഷം വിൻഡോൻ്റെ ഏരിയ മാർക്ക് ചെയ്ത് അവിടെയൊക്കെ ഓരോ ബോക്സുകൾ കൊണ്ടുവയ്ക്കും. വിൻഡോൻ്റെ ഏരിയയിലും അതോടൊപ്പം തന്നെ ഇപ്പം നമുക്ക് ഓപ്പണിംഗ് ആയിട്ട് വരുന്ന ഏരിയാസ് ഉണ്ടെങ്കിൽ അത്, ഡോറിൻ്റെ ഏരിയ അത്, പിന്നെ നമുക്ക് എയർ വെന്റിലേഷൻ സിസ്റ്റത്തിന് എന്തെങ്കിലും ഹോൾസ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത്, അവിടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ബോക്സസ് അതിൻ്റെ കറക്റ്റ് അളവിൽ ബോക്സ് കൊണ്ടുവച്ചിട്ട് ഞാൻ ഒറ്റ അടിക്ക് എല്ലാം കൂടെ റിമൂവ് ചെയ്യാണ് ചെയ്യുക. ഫാസ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ്, പ്രവർത്തനം ഫാസ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്തരം സിറ്റുവേഷനിൽ ഏറ്റവും എളുപ്പമായിട്ടുള്ളതാണ് ഈ പ്രോ ബൂളിയൻ എന്ന് പറയുന്ന ഒരു ടൂള്. ഇപ്പം ഞാൻ ബേസിക്കായിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട കുറച്ച് ടൂളുകളാണ് പറഞ്ഞത്. സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സ്, എക്സ്റ്റൻഡഡ് പ്രിമിറ്റീവ്സ്, കോമ്പൗണ്ട് ഒബ്ജക്ട്സ് തുടങ്ങിയത്. ഇനി ഇതല്ലാതെ കുറച്ചധികം തന്നെ ഐറ്റംസിൽ വരുന്നുണ്ട്. ഇവ നിങ്ങൾ ഓരോന്നും എടുത്ത് നോക്കുക. ഇതിൽ ബോഡി ഒബ്ജക്ട്സ്, ഡോർസ് എന്നൊക്കെ പറയുന്നത് പ്രീ ആയിട്ട് മോഡൽ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. വിൻഡോസ്, ജനലുകൾ, പിന്നെ AC എക്സ്റ്റൻഡൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വാള്, റെയിലിംഗ്, ഫോളിയേജ് ഐറ്റംസ് ഒക്കെ ഉണ്ട് നമുക്ക് ഇൻറ്റീരിയർ ഡിസൈനിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സ്റ്റെയർസ് ഉണ്ട്, ചവിട്ടുപടികൾ പല ടൈപ്പ്. പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ആവശ്യം വരുന്ന ഒന്ന് ഇവിടെ ഉണ്ട്, പാർട്ടിക്കിൾ സിസ്റ്റം. പാർട്ടിക്കിൾ സിസ്റ്റമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്പ്രേ, സ്നോ, ക്ലൗഡ് എന്ന് പറഞ്ഞിട്ട് ഡൈനാമിക് എഫക്ട്സ് ആണ് കേട്ടോ, അതൊക്കെ വരുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ. പിന്നെ വരുന്നതാണ് ഫോളിയേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ട്രീസും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. ഫോളിയേജിൽ വന്നു കഴിഞ്ഞാൽ ട്രീസും കാര്യങ്ങളൊക്കെയാണ്. റെയിലിംഗ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റെയിലിംഗ് ക്രിയേറ്റ് ചെയ്യാം. വോളാണെന്നുണ്ടെങ്കിൽ വോള് നമ്മുടെ ഇഷ്ടാനുസരണം ക്രിയേറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ ഇത്രയും ഒബ്ജക്ട്സുകളാണ് നമ്മൾ ബേസിക്കലി പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ. ഇനി അടുത്ത ക്ലാസ്സിൽ പറയാൻ പോകുന്നത് മോഡിഫയേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കഴിഞ്ഞതിന് ശേഷം ആ ഒരു വീഡിയോയും കൂടെ ഒന്ന് ചെക്ക് ഇൻ ചെയ്യുക. ഇത് വളരെ ഉപകാരപ്രദമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പറയുക. എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കമൻസ് സെഷനിൽ ആഡ് ചെയ്യാം. പിന്നെ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ വ്യക്തമാവാനുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് സെഷനിൽ ആഡ് ചെയ്യാം. സോ ഹാവ് എ നൈസ് ഡേ.